ഹലോ ഗൈസ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഹ്യൂജ് ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും അല്ലേ. ഓരോ ന്യൂ ഇയർ ആകുമ്പോഴും പുതിയ പുതിയ റെസൊല്യൂഷൻസ് എടുക്കാനും നമ്മുടെ ഗോളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനും എന്നാൽ ആ ഒരു വർഷത്തിൻ്റെ അവസാന ഘട്ടങ്ങളാകുമ്പോഴത്തേക്ക് അയ്യോ എനിക്കിതൊന്നും നേടാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ച് ചെറിയ രീതിക്കെങ്കിലും റിഗ്രറ്റ് അടിക്കുന്ന ആളുകളാണോ ഇല്ല. അപ്പോൾ ഇതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ പ്രോപ്പറായിട്ടുള്ള ഒരു റൂട്ടീനോ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലോ ഇല്ല. ലൈഫിൽ സക്സസ് ആയിട്ടുള്ള ഒരു 99% ആൾക്കാരെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മോർണിംഗ് റൂട്ടീനും അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡെയിലി റൂട്ടീനും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലൈഫും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി 2026 എത്തിയിട്ടുണ്ട്. ഇനി വെറും 50-49 ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. ഇത്രയും കാലം നിങ്ങൾക്ക് ഇങ്ങനെ ടൈം വേസ്റ്റ് ആയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നമ്മുടെ ലൈഫിലേക്ക് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അതേപോലെ അത്ര കണ്ട് റിസൾട്ട് തരുന്ന ഒരു അടിപൊളി റൊട്ടീനാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 2026 ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ലൈഫിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ റൂട്ടീനൊക്കെ കൊണ്ടുവന്ന് കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന കുറച്ച് ഹാബിറ്റ്സ് ആൻഡ് ട്രിക്സ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, 75 ഹാർഡ് ചലഞ്ച് പറഞ്ഞിട്ടുള്ള ഒരു ചലഞ്ച് ഉണ്ട്. അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോറിൻ കൺട്രീസിലും നമ്മുടെ ഇന്ത്യയിലും ഒരേപോലെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തിട്ടും വെറും 1% ആൾക്കാരാണ് സക്സസ് ആയിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ തന്നെ ഒരു സോഫ്റ്റ്വെയർ വേർഷൻ ഉണ്ട്, 75 സോഫ്റ്റ് ചലഞ്ച്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടി അഡാപ്റ്റബിൾ ആയിട്ടുള്ള എന്നാൽ നല്ല റിസൾട്ട് തരുന്ന ഒരു കിടിലൻ റൂട്ടീനാണ് ഇതിലൂടെ പറയുന്നത്. ഈ ചില ഹാബിറ്റ്സ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ള നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഹാബിറ്റ്സ് എന്നുള്ളത് നോക്കാം. നമ്പർ 1 എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ. നോ ചീറ്റ് മീൽസ്, നോ ആൽക്കഹോൾ, നോ സിഗരറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാം. ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്കിന്നിന്, ഹെൽത്തിന്, മൈൻഡിന് ഒരേപോലെ നിങ്ങൾക്ക് ചേഞ്ച് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. നമ്പർ 2, ഡ്രിങ്ക് ഗാലൺ വാട്ടർ. ഗാലൺ വാട്ടർ എന്ന് പറയുന്നത് ഒരു 3.7 ലിറ്റർ അല്ലെങ്കിൽ ഒരു 4 ലിറ്റർ വാട്ടറാണ് വരുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു ഗാലൺ വാട്ടർ കുടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു 2.5 ലിറ്ററോ അല്ലെങ്കിൽ 3 ലിറ്റർ വരെയെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് കുടിച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ബോഡി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്നതിലൂടെ കോൺസെൻട്രേഷൻ, ഫോക്കസ്, സ്കിന്ന്, അങ്ങനെ പല ബെനിഫിറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്പർ 3, ഡെയിലി വർക്കൗട്ട്. ഡെയിലി ഒരു 45 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും കുഴപ്പമില്ല. ഡെയിലി ഉള്ള വർക്കൗട്ടിലൂടെ നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ അത് കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആണ്. കാരണം PCOD, PCOS, മെന്റൽ ഇഷ്യൂ, ഹെൽത്ത് ഇഷ്യൂ, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതായിരിക്കും. നമ്പർ 4, ഡെയിലി ഒരു 10 പേജെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കണം. പറ്റുകയാണെങ്കിൽ നോൺ ഫിക്ഷൻ ആയിട്ടുള്ള സെൽഫ് ഡെവലപ്മെന്റ് ആ ഒരു രീതിക്കുള്ള ബുക്സൊക്കെ വായിക്കാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഡെയിലി ഒരു 10-15 മിനിറ്റെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കണം. നമ്പർ 5, നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങളെ നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഇതാണ്ട് ഇതേപോലെ സെൽഫി അല്ല നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങളുടെ ബോഡി മൊത്തം കാണുന്ന രീതിക്ക് നിങ്ങൾക്ക് വരുന്ന ട്രാൻസ്ഫോർമേഷൻ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിക്കുള്ള ഡെയിലി ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് വെക്കുക. നമ്പർ 6, മെഡിറ്റേഷൻ ആണ്. നമ്മൾ പല ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. രാവിലെ എണീച്ച ഉടനെ തന്നെ ഫോൺ എടുത്ത് സ്ക്രീൻ ടൈമിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് നമ്മുടെ മൈൻഡൊക്കെ ആകെ ബാഡാക്കി വെക്കും. അതിന് പകരം രാവിലെ എണീച്ച ഉടനെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സ്ട്രെസ് റിലീഫ്, ഇമോഷണൽ ഇഷ്യൂ, ഇങ്ങനെ പല കാര്യങ്ങൾക്കും ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. നമ്പർ 7, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് റൊട്ടീൻ ഉണ്ടായിരിക്കണം. ചുരുങ്ങിയത് 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഒരു മനുഷ്യൻ എന്തായാലും ഉറങ്ങിയിട്ടുണ്ടായിരിക്കണം. പ്രോപ്പർ സ്ലീപ്പ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും ഞാൻ പറഞ്ഞു തരാം. പ്രോപ്പർ ആയിട്ട് 8 അവർ അല്ലെങ്കിൽ 7 അവർ ഉറങ്ങുന്ന ഒരാൾക്ക് മെമ്മറി, കോൺസെൻട്രേഷൻ, ഫോക്കസ്, മൂഡ്, ഹെൽത്തി, വെയിറ്റ് മാനേജ്മെന്റ്, അങ്ങനെ പല പല ബെനിഫിറ്റ്സ് ആണ് കണ്ടുവരുന്നത്. പ്രോപ്പറായിട്ട് ഒരേ സമയത്ത് ഉറങ്ങാനും ഒരേ സമയത്ത് എണീക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. നമ്പർ 7, നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതും നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ്. നിങ്ങൾക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം. രാവിലെ എണീച്ച് എന്ത് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് അറിയാതെ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതിനുള്ള ഒരു നല്ല പരിഹാരമാണ് ടു ഡു ലിസ്റ്റ്. തലേ ദിവസം ഉറങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് കറക്റ്റ് ഒരു പ്ലാൻ ചെയ്ത് ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ നിങ്ങൾ അതിൽ എഴുതി എനിക്ക് ഇന്ന് വർക്കൗട്ട് ചെയ്യണം. നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് ആ ഒരു ബ്ലോക്കിൽ ടിക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും അടുത്ത കാര്യം ചെയ്ത് തീർക്കാൻ ഒരു മോട്ടിവേഷൻ ലഭിക്കുകയും ചെയ്യാറുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ പ്രോപ്പറായിട്ടൊരു ടൈം ബ്ലോക്ക് അലൗട്ട് ചെയ്യാം. നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്ന് നിങ്ങളുടെ കരിയറിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളെ നിങ്ങൾ ടു ഡു ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് കറക്റ്റ് ടൈം ബ്ലോക്ക് കൊടുത്ത് നിങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് നിങ്ങൾക്ക് 2027 ഈ ഒരു സമയം നിങ്ങൾക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ഒരു 80% ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ കോണ്ടന്റ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.